ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിങ്സ് ഓഫ് കേരളയിലെ ചാപ്റ്റർ ആയിട്ടുള്ള വക്കം മൗലവി, മൈ ഗ്രാൻഡ് ഫാദർ, ദ റിബൽ എന്ന് പറഞ്ഞിട്ടുള്ള സബീൻ ഇക്ബാലിൻ്റെ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. വക്കം മൗലവി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പ്രൊഡ്യൂസറാണ്, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഓണറാണ് വക്കം മൗലവി. വക്കം മൗലവി, മൈ ഗ്രാൻഡ് ഫാദർ, മൈ റിബൽ. അപ്പോൾ ഈ എഴുത്തുകാരനായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബീൻ ഇക്ബാലിൻ്റെ ഗ്രാൻഡ് ഫാദർ കൂടിയാണ് വക്കം മൗലവി. അപ്പോൾ നമുക്ക് നോക്കാം. വക്കം മൗലവിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പോപ്പുലർലി നോൺ ആസ് വക്കം മൗലവി വാസ് എ സോഷ്യൽ റിഫോമർ. ഫുൾ നെയിം എന്താ? വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് ഫുൾ നെയിം. ബോൺ 28 December 1873 ആൻഡ് ഡൈഡ് 31 October 1932. പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ വക്കം മൗലവി എന്നാണ് വിളിക്കാറ്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സാമൂഹിക നേതാവാണ്, ടീച്ചറാണ്, പ്രൊളിഫിക് റൈറ്റർ, നല്ലൊരു എഴുത്തുകാരനാണ്, മുസ്ലിം സ്കോളർ, മുസ്ലിം മതപണ്ഡിതനാണ്, ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകനാണ്, ഫ്രീഡം ഫൈറ്റർ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ആൻഡ് ന്യൂസ് പേപ്പർ പ്രൊപ്പറേറ്റർ ഇൻ ട്രാവൻകൂർ. ട്രാവൻകൂറിൽ പത്രം തുടങ്ങിയ ഒരു പത്രാധിപൻ കൂടിയാണ്. പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് പ്രസൻറ്റ് ഡേ കേരള, ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സ്ഥലമായിരുന്ന ട്രാവൻകൂറിൽ ആദ്യമായിട്ട് പത്രം തുടങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ്. ഹി വാസ് ദ ഫൗണ്ടർ ആൻഡ് പബ്ലിഷർ ഓഫ് ദ ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ഫൗണ്ടറും കൂടിയാണ്. ഈ ഒരു പത്രം പിന്നീട് കണ്ടുകെട്ടി, അതാണ് ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടലും കണ്ടുകെട്ടുക. ആൻഡ് കോൺഫിസ്കേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ട്രാവൻകൂർ. ട്രാവൻകൂർ ഗവൺമെൻറ് ഈ സ്വദേശാഭിമാനി എന്ന് പറഞ്ഞുള്ള പത്രം പിന്നീട് ബാൻ ചെയ്തു, കണ്ടുകെട്ടി 1910 കേട്ടോ, 1910. അപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഫുൾ നെയിം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വക്കം മൗലവി എന്ന് വിളിക്കും. സോഷ്യൽ റിഫോമർ, ടീച്ചർ, പ്രൊളിഫിക് റൈറ്റർ, മുസ്ലിം സ്കോളർ, ജേർണലിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ ഒക്കെയാണ്. ആദ്യമായിട്ട് ട്രാവൻകൂറിൽ പേപ്പർ കൊണ്ടുവന്നു, ന്യൂസ് പേപ്പർ കൊണ്ടുവന്നു. പേപ്പറിൻ്റെ പേര് സ്വദേശാഭിമാനി എന്നായിരുന്നു. ആ ഒരു പത്രം പിന്നീട് കണ്ടുകെട്ടി ട്രാവൻകൂർ ഗവൺമെൻറ് 1910. ഇത്ര കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാം. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് കിടക്കാം. ഈ ഒരു കഥ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള സബീൻ ഇക്ബാലിൻ്റെ ആണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഐ എന്ന് പറയുന്നത് ഈ ഒരു വർക്കിൻ്റെ ഓഥറായിട്ടുള്ള സബീൻ ഇക്ബാലിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഓൺ എ ജൂലൈ ആഫ്റ്റർനൂൺ, ഒരു ജൂലൈ മാസം വൈകുന്നേരം, വെൻ ഇറ്റ് വാസ് റെയിനിങ് ഹാർഡ് ഇൻ ദ തിരുവനന്തപുരത്ത് ഭയങ്കര മഴ പെയ്യുക. ഐ എന്നുദ്ദേശിക്കുന്നത് ആരാ? സബീൻ ഇക്ബാൽ. സബീൻ ഇക്ബാൽ വേഗം വണ്ടി ഓടിപ്പിക്കുകയാണ്. ഡ്രോ പാസ്റ്റ് ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. ആ ഒരു തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗവും കടന്ന് ഇങ്ങനെ വേഗം വണ്ടി ഓടിപ്പിക്കുകയാണ്. പാളയം, അവിടെ എന്തൊക്കെയുള്ളത്? ഒരു ചർച്ച് ഉണ്ട്, മോസ്ക് ഉണ്ട്, ടെമ്പിൾ ഉണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ചർച്ച്, ക്രിസ്ത്യൻസിൻ്റെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്. സിറ്റ് ക്ലോസ് ബൈ ഈച്ച് അതർ, എല്ലാം അടുത്തടുത്തിരിക്കുന്ന ഒരു സിറ്റിയുടെ ആ ഒരു ഹൃദയഭാഗവും കടന്ന് വണ്ടി ഓടിപ്പിക്കുകയാണ് സബീൻ ഇക്ബാൽ. ആസ് ഐ വാസ് ഡ്രൈവിംഗ് പാസ്റ്റ് ദ മാർട്ടിയേഴ്സ് കോളം, ആ സമയത്ത് ഇങ്ങനെ രക്തസാക്ഷി സ്തൂപം കടന്ന് വണ്ടി പോവുകയാണ്. ഐ ലുക്ക്ഡ് ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്, ആ രക്തസാക്ഷി സ്തൂപത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സബീൻ ഇക്ബാൽ നോക്കി. I always do whenever I am in this part of the city. ഈ ഒരു സംഭവം സബീൻ ഇക്ബാൽ എപ്പോഴും ചെയ്യാറുള്ളതാണ്. എപ്പോഴും വണ്ടി ഓടിപ്പിക്കുമ്പോൾ ആ ഒരു രക്തസാക്ഷി സ്തൂപെത്തുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അദ്ദേഹം നോക്കും. കാരണം എന്താ? നെക്സ്റ്റ് ടു ദ സ്റ്റാച്യു ഓഫ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളൈ. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഒരു വലിയൊരു സ്റ്റാച്യു, പ്രതിമ കാണാം. ഈസ് എ ഗ്രാനൈറ്റ് പ്ലേഗ് ഓഫ് ദ ഫ്രണ്ട് പേജ് ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. അങ്ങനെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആ ഒരു പ്രതിമയ്ക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഗ്രാനൈറ്റിൽ
സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിൻ്റെ ആദ്യത്തെ പേജ് കാണാൻ പറ്റും. ആ ഒരു പേജാണ് ട്രാവൻകൂറിലെ രാജാവ് 1910 കോൺഫിസ്കേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടിയത്. അപ്പോൾ ഈ ഒരു രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമയേക്കാൾ കൂടുതലായിട്ട് സബീൻ ഇക്ബാൽ ശ്രദ്ധിച്ചിരുന്നത് ഈ ഒരു സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിൻ്റെ ആദ്യ പേജാണ്. അതാണ് കണ്ടുകെട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കണം എന്തായിരിക്കും ഈ ഒരു സബീൻ ഇക്ബാലിന് വക്കം മൗലവിയായിട്ടുള്ള ബന്ധം, റിലേഷൻ എന്താ അവർ തമ്മിൽ, നമുക്ക് നോക്കാം. ദ എഡിറ്റർ ഓഫ് ദ ഹിസ്റ്റോറിക് ന്യൂസ് പേപ്പർ, ഈ ഒരു സ്വദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ പത്രത്തിൻ്റെ എഡിറ്റർ ബൈ ടൈറ്റിൽ വൈൽ ഇറ്റ്സ് ഓണർ. എപ്പോഴും സ്വദേശാഭിമാനി എന്ന് പറഞ്ഞുള്ള ഈ ന്യൂസ് പേപ്പർ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന പേര് അതിൻ്റെ എഡിറ്ററായിട്ടുള്ള രാമകൃഷ്ണപിള്ളയുടെ പേരാണ്. അതേസമയം അതിൻ്റെ ഒരു ഓണറുണ്ട്, ആ പത്രത്തിൻ്റെ ഓണർ, ഉടമസ്ഥൻ, അതാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സബീൻ ഇക്ബാലിൻ്റെ ഗ്രാൻഡ് ഫാദർ. ക്ലിയർ? വക്കം അബ്ദുൽ ഖാദർ മൗലവി മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹമാണ് ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ, സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ ഓണർ. പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാവരും ഇതിൻ്റെ എഡിറ്ററായിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളേനെ മാത്രമാണ് ആ പത്രത്തിൻ്റെ പേര് പറയുമ്പോൾ ഓർക്കുക. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പലരും മറക്കുന്നു എന്നാണ് സബീൻ ഇക്ബാൽ പറയുന്നത്. സബീൻ ഇക്ബാലിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇവിടെ അദ്ദേഹം പറയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി മൈ ഗ്രാൻഡ് ഫാദർ ഹു ഗേവ് ഹിസ് എഡിറ്റർ അൺപ്രസിഡൻറ്റഡ് and unconditional freedom to run the paper as a weapon to fight corruption and nepotism, which were rampant in those days, is sadly sidetracked in the Act of Remembrance. അപ്പോൾ ഇവിടെ സബീൻ ഇക്ബാൽ പറയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു ഈ ഒരു സ്വദേശാഭിമാനി ന്യൂസ് പേപ്പറിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം ഇതിൻ്റെ എഡിറ്ററായിട്ടുള്ള രാമകൃഷ്ണപിള്ളയ്ക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകി. എന്ത് ചെയ്യാനുള്ള ഒരു കണ്ടീഷനും വെക്കാത്ത സ്വാതന്ത്ര്യം നൽകി. പത്രത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള അഴിമതികളെ പറ്റിയിട്ടും തെറ്റായ കാര്യങ്ങളെ പറ്റിയിട്ടും എഴുതാനൊക്കെയുള്ള ഒരു വെപ്പണായിട്ട്, ഒരു ഉപകരണമായിട്ടാണ് ആ ഒരു പത്രത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാം എഴുതാനുള്ള ഒരു രാമകൃഷ്ണപിള്ളയ്ക്ക് എല്ലാ രീതിയിലും എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം വക്കം അബ്ദുൽ ഖാദർ മൗലവി കൊടുത്തു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പത്രത്തിൻ്റെ പേര് പറയുമ്പോൾ ശ്രദ്ധിക്കുക, രാമകൃഷ്ണപിള്ളയുടെ പേരാണ്. അതേസമയം നിർഭാഗ്യവശാൽ ഒരു വിഷമമുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി സൈഡായിട്ട് മാറേണ്ടി വന്നു. സൈഡ് ട്രാക്ക്ഡ് ഇൻ ദ ആക്ട് ഓഫ് റിമെമ്പറൻസ്. നമ്മളെല്ലാവരും ആ പത്രത്തെ ഓർക്കുമ്പോൾ രാമകൃഷ്ണപിള്ളേനെയാണ് ഓർക്കുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി സൈഡായി നിൽക്കേണ്ടി വന്നു. മറക്കാണ്, ഒരു മറവിയാണ് അവിടെ വരുന്നത്, ഒരു ഇറേസിങ് മെത്തേഡ്. ദ എക്ലെയിംഡ്, പ്രശസ്തനായ കെനിയൻ റൈറ്റർ ന്യൂവി ടിയാങ്കോ സെയ്സ്, എന്താ ആൾ പറഞ്ഞത്? കൊളോണൈസേഴ്സ് ഡിഡ് വാസ് റീപ്ലേസ് മെമ്മറി. ഇവിടെ നടന്ന പോലെ തന്നെ ഓർമ്മയ്ക്ക് പകരം മറ്റൊന്ന്, നമ്മുടെ ഓർമ്മകളിലുള്ള സംഭവത്തിന് പകരം വേറൊരു കാര്യം കൊണ്ടുവയ്ക്കുക, അതാണ് റീപ്ലേസ് മെമ്മറി. ഇവിടെ കൊളോണൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? ഇന്ത്യയിലെത്തിയിട്ട് പല കാര്യങ്ങളും ഇന്ത്യയുടെ പാരമ്പര്യം മാറ്റാനായിട്ട് അവരുടെ പേരുകൾ കൊണ്ട് നമ്മുടെ പേരിൻ്റെ മാറ്റി, അവരുടെ പേരുകൾ നമ്മുടെ പേരുകളുടെ സ്ഥാനത്ത് വെച്ചപ്പോൾ നമ്മുടെ ഓർമ്മകളെ മാച്ച് കളയാനാണ് അവർ ശ്രമിച്ചത്. അതിനെയാണ് രാമകൃഷ്ണപിള്ളയുടെ കാര്യത്തിലും നടന്നത് എന്ന് പറയാണ്. ഇറേസിങ് എ പീപ്പിൾസ് ട്രഡീഷണൽ മെമ്മറി, പരമ്പരാഗതമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഓർമ്മേനെ മാച്ച് കളഞ്ഞിട്ട് ആൻഡ് റീപ്ലേസിങ് ഇറ്റ് വിത്ത് ദ കൊളോണൈസേഴ്സ്, ബ്രിട്ടീഷുകാരുടെ ഓർമ്മകൾ അവിടെ എഴുതി ചേർക്കുകയാണ്. വെൻ ദേ ചേഞ്ച് അപ്പം അതിനുള്ളൊരു എക്സാമ്പിളാണ് തെരുവുകൾ, സ്ട്രീറ്റ്സിൻ്റെ പേര്, റോഡ്സിൻ്റെ പേര്, റെയിൽവേ സ്റ്റേഷൻ്റെ, എയർപോർട്ടിൻ്റെ, സിറ്റിയുടെ, ടൗണിൻ്റെ ആ പേരുകളൊക്കെ നമ്മുടെ പേരുകൾ മാറ്റി അവരുടെ പേര് കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ
തിരുവനന്തപുരം ആണെങ്കിൽ അവരുടെ എളുപ്പത്തിന് ട്രിവാൻഡ്രം എന്നാക്കി. കോഴിക്കോട് അവരുടെ എളുപ്പത്തിന് അവർ കാലിക്കറ്റ് എന്നാക്കി. അപ്പോൾ ശരിക്കും നമ്മുടെ ഓർമ്മകൾ മാച്ച് കളഞ്ഞ് അവരുടെ ഓർമ്മകളെ അവർ റീപ്ലേസ് ചെയ്യാണ്. റീപ്ലേസ് മെമ്മറിക്ക് എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ഇറേസിങ് മെമ്മറീസ് അസോസിയേറ്റഡ് വിത്ത് ദം. നമ്മളുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ മാച്ച് കളഞ്ഞിട്ട് ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ റിലം ഓഫ് മെമ്മറി. പുതിയ ഒരു ഓർമ്മയുടെ ശ്രേണി അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. Thiago says that in the present we rely on our memory of the past to prepare for tomorrow. തിയാങ്കോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പാസ്റ്റിൻ്റെ മെമ്മറിയിലെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുക. പ്രസൻറ്റിൽ പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്തെയാണ് നമ്മുടെ ഓർമ്മകളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാസ്റ്റിൻ്റെ ഓർമ്മകളെ നമ്മൾ ആശ്രയിക്കുന്നത്? നാളെയുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. സോ നാളെയുള്ള ടുമാറോയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രസൻറ്റിൽ നമ്മൾ ആശ്രയിക്കുന്നത് പാസ്റ്റിലെ മെമ്മറികളെയാണെന്നാണ് അവിടെ പറയുന്നത്. Thiago says that in the present we rely on our memories of the past to prepare for tomorrow. Okay. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ശരിക്കും ഓർക്കേണ്ടത് ഈ ഒരു പത്രത്തിൻ്റെ ഓണറിയാണെങ്കിലും നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹം സൈഡ് ട്രാക്ക് പെട്ടു. നമ്മൾ ഓർക്കുന്നത് രാമകൃഷ്ണ പിള്ളേനെയാണ്. ഓണറായിട്ടുള്ള വക്കം മൗലവീനെ നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനൊരു പ്രാധാന്യം കിട്ടിയില്ല എന്നാണ് സബീൻ ഇക്ബാൽ പറയുന്നത്. Omission is also an equally effective tool to alter the narrative. കഥ മാറ്റിയെടുക്കാൻ മറ്റൊരു എഫക്റ്റീവ് ടൂളാണ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കൽ. ഒരു രീതിയിൽ വക്കം മൗലവീനെ ഒരു ഒഴിവാക്കലും ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അദ്ദേഹം പറയാണ്, സിൻസ് മൈ ഏർലി ചൈൽഡ്ഹുഡ്, അതായത് സബീൻ ഇക്ബാലിൻ്റെ ചെറുപ്പകാലത്ത്, ഐ സംഹൗ ന്യൂ ദാറ്റ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദ ഓൾഡ് ബിയേർഡ് ആൻഡ് ദ സീരിയോടെപ്പിക്കൽ മൗലവി ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് വാസ് നോട്ട് മൈ ഗ്രാൻഡ് ഫാദേഴ്സ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിത്രം വരുമ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു അത്രയും പ്രായമുള്ള ഒരു മൗലവിയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അല്ല എന്ന്. അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിത്രം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിക്ചർ അല്ല എന്ന് ഇവർക്കറിയാമായിരുന്നു എന്ന് പറയാണ്. അതൊരു സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ഒരു മൗലവിയുടെ ചിത്രം, ഒരു താടിയും തലയിൽ കെട്ടും വെള്ള ഡ്രസ്സൊക്കെ ഉള്ളൊരു ചിത്രം. പക്ഷേ യഥാർത്ഥത്തിൽ അത് അവരുടെ ഗ്രാൻഡ് ഫാദർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിത്രമല്ല എന്നാണ് സബീൻ ഇക്ബാൽ പറയുന്നത്. ദ ഫാമിലി സ്റ്റോറീസ് ആൻഡ് ദ മെനി അനഡോക്ട് ഐ ഹാവ് ഹേർഡ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഡിഡ് നോട്ട് ഫിറ്റ് ദ മാൻ ദ ടെക്സ്റ്റ് ബുക്ക് ക്യാരിഡ്. ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ചിത്രമല്ല ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതെന്ന് പറയാണ്. വി ഹാഡ് റിട്ടൺ മെനി ടൈംസ് ടു ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സെയിങ് ദാറ്റ് ദ ഫോട്ടോഗ്രാഫ് were not of Vakam Maulavi, but no one cared to listen. അദ്ദേഹം പറയാണ്, ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന വക്കം അബ്ദുൽ ഖാദറിലെ ചിത്രമായിരിക്കില്ല മറ്റൊരു ടെക്സ്റ്റ് ബുക്കിൽ, അത് അദ്ദേഹമേ അല്ല. അപ്പോൾ ഗവൺമെൻറ്റിന് കംപ്ലൈൻറ്റ് ഒരുപാട് കൊടുത്തു, ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും അത് കെയർ ചെയ്തില്ല എന്ന് പറയാണ്. They just needed a photograph which looked like a മൗലവി. ഗവൺമെൻറ്റിന് ടെക്സ്റ്റിൽ അച്ചടിക്കാൻ വേണ്ടത് ഒരു ചിത്രമായിരുന്നു, ഒരു മൗലവിയുടെ പോലത്തെ ചിത്രം. നമ്മുടെ ചിന്തയിലൊക്കെ ഉണ്ടല്ലോ, മൗലവി എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായം കൂടിയ ആൾ, താടി വളർത്തിയിട്ടുണ്ടായിരിക്കും, തലയിൽ കെട്ടുണ്ടായിരിക്കും, വെള്ള ഡ്രസ്സും. അപ്പം അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് മാത്രം അവർക്ക് മതിയായിരുന്നു. അത് യഥാർത്ഥത്തെ എന്താ പറയുക, റിയലായിട്ടുള്ള ആൾ തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് എന്ന് പറയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ സബീൻ ഇക്ബാൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മൈ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഡയഡ് അറ്റ് ദ ഏജ് ഓഫ് 58. 58 വയസ്സിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടു. ആൻഡ് ദ ഫോട്ടോഗ്രാഫ്സ് ഫോർ ദോസ് ഓഫ് ആൻ ഒക്ടോജനേറിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്ടോജനേറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വയസ്സ്, 80 ആൻഡ് എബവ്, 80 വയസ്സിന് മേലെയുള്ള ഒരാളുടെ ഫോട്ടോഗ്രാഫാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പക്ഷെ വക്കം അബ്ദുൽ ഖാദർ മൗലവി 58 വയസ്സിൽ മരിച്ചു എന്ന് പറയാണ്. ബട്ട് ആസ് ലോങ് ആസ് ഇറ്റ് ലുക്സ് ലൈക്ക് എ മൗലവി ഹൂ കെയർസ് ഫോർ ദ ഫാറ്റ്സ്. പക്ഷെ സത്യങ്ങൾ ആരറിയാനെന്ന് പറയാണ്. നെക്സ്റ്റ് നോക്കുക. മൈ സിസ്റ്റർ ആൻഡ് ഐ യൂസ്ഡ് ടു സേ. സബീൻ ഇക്ബാൽ പറയാണ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും പറയാറുണ്ട്, ലുക്കിംഗ് അറ്റ് ദ സ്മഡ്ജ്ഡ് പുവർലി റീപ്രൊഡ്യൂസ് ഫോട്ടോഗ്രാഫ് ഇൻ അവർ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ്. സോഷ്യൽ സ്റ്റഡീസിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പഴയ ഒരു സ്മഡ്ജൊക്കെ വന്നിട്ടുള്ളൊരു ചിത്രമുണ്ട്. അത് നോക്കിയിട്ട് പറയാറുണ്ട്,
ഹി വാസ് നോട്ട് അവർ ഗ്രാൻഡ് ഫാദർ. ഇതല്ല ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ എന്ന് ഞാനും എൻ്റെ സഹോദരിയും പറയാറുണ്ടെന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അവർ ഫാദർ, അതായത് സബീൻ ഇക്ബാലിൻ്റെ അച്ഛൻ, അതായത് വക്കം അബ്ദുൽ ഗാദവിയുടെ മകൻ, ഹിസ് യങ്ങസ്റ്റ് സൺ, വക്കം അബ്ദുൽ ഗാദവിയുടെ യങ്ങസ്റ്റ് സണ്ണായിരുന്നു സബീൻ ഇക്ബാലിൻ്റെ അച്ഛൻ. യൂസ്ഡ് ടു സ്മൈൽ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിരിക്കും. എ വയറി ഹെൽപ്ലെസ് സ്മൈൽ, നിസ്സഹായമായിട്ടുള്ളൊരു ഭയത്തോടു കൂടിയുള്ള ചിരി. ആസ് ഹി ഹാഡ് നോ മെമ്മറി ഓഫ് ഹിസ് ഫാദർ, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മയുണ്ടായിരുന്നില്ല. ഹു പാസ്ഡ് അവേ വെൻ ഹി വാസ് ജസ്റ്റ് എ ടോഡ്ലർ. അപ്പോൾ സബീൻ ഇക്ബാലിൻ്റെ അച്ഛൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ആരും മരിച്ചിട്ടുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി മരിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കാം. It then became the need of the family to replace the photograph of the unknown Maulavi with the real photograph of Vakka Maulavi. അങ്ങനെ അവരുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ ആവശ്യമായി മാറി യഥാർത്ഥത്തിലുള്ള ഒരു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിത്രം സംഘടിപ്പിക്കുക, എന്നിട്ട് വേറെ ഏതോ മൗലവിയുടെ ഒരു ചിത്രത്തിന് പകരം യഥാർത്ഥത്തിലുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിത്രം കൊണ്ടുവരിക എന്നത്. അങ്ങനെ അദ്ദേഹത്തോടൊരു നീതി കാണിക്കുക എന്നുള്ളത്. കാരണം അത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെതായ സ്വത്തൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പോൾ ആ ഒരു നീതി അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി യഥാർത്ഥത്തിലുള്ളൊരു ചിത്രം കിട്ടാനായിട്ട് കുടുംബം മൊത്തം അന്വേഷിക്കുകയാണ്. ബട്ട് ദ ചലഞ്ച് വാസ് that there was not a single photograph of my grandfather with any of his 10 children or grandchildren. പക്ഷേ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദറിക്ക് 10 മക്കളുണ്ടായിരുന്നു. ആ 10 മക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ ആ പേരക്കുട്ടികളുടെ കയ്യിലോ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ പറയാണ്, എ കെ സുഹൈർ, ഒരാളുടെ പേരാണ് എ കെ സുഹൈർ, മൈ പെറ്റേണൽ കസിൻ, അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കസിനാണ്, സബീൻ ഇക്ബാലിൻ്റെ ഒരു കസിനാണ്, ആൻഡ് ചെയർമാൻ ഓഫ് വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ്. വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ ചെയർമാനും ഒരു കസിനുമായിട്ടുള്ള എ കെ സുഹൈർ ടുക്ക് ഇറ്റ് അപ്പ് ആസ് എ ചലഞ്ച്. അദ്ദേഹം സുഹൈർ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു, ഒരു മിഷനായിട്ട് ഏറ്റെടുത്തു. ഹി സ്പോക്ക് ടു പീപ്പിൾ അക്രോസ് ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തിലുടനീളമുള്ള ആളുകളോട് ഇതിനെപ്പറ്റി സംസാരിച്ചു ഒരു യഥാർത്ഥ ചിത്രം കിട്ടാൻ. ആൻഡ് ആഫ്റ്റർ എ ലോങ്, ഒരു വലിയ ആൻഡ് എ വൈഡിങ് സെർച്ച്, ഒരു വലിയ തെരച്ചിലിന് ഒടുവിൽ ഹി റയർ, ഒരു വളരെ റയറായിട്ടുള്ള അല്ലെങ്കിൽ പെർഹാപ്സ് ദ ഓൺലി ഫോട്ടോഗ്രാഫ്, ഒരേ ഒരു ചിത്രമായിരിക്കും ഓഫ് വക്കം മൗലവി. വി ഫിക്സ് ദ ഇമേജ്, അങ്ങനെ ഒരു വക്കം മൗലവിയുടെ ചിത്രം അദ്ദേഹത്തിന് കിട്ടി, ഞങ്ങളത് ഫിക്സ് ചെയ്തു. നൗ വി ഹാവ് ടു അപ്രോപ്രിയേറ്റ് ദ മാൻ വർക്ക്സ് ഹിസ് ലെഗസി. ഇനി അദ്ദേഹത്തിൻ്റെ വർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറയാണ്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്തൊക്കെ ചെയ്തു എന്ന് സബീൻ ഇക്ബാൽ നമുക്ക് പറഞ്ഞു പറയാണ്. മൈ ഗ്രാൻഡ് ഫാദേഴ്സ് റീഫോർമേഷൻ എഫേർട്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് മെയിൻലി ഇൻടു 2. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ നവോത്ഥാന പരിപാടികൾ, അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നവോത്ഥാന പരിപാടികൾ 2 എണ്ണമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സോഷ്യൽ ആൻഡ് റിലീജിയസ്, ഒന്ന് സാമൂഹികപരമായിട്ട് സമൂഹത്തിൽ, മറ്റൊന്ന് റിലീജിയസ് മതപരമായിട്ട്. ആൻഡ് ദ ടൂൾ ഹി യൂസ് ടു റീച്ച് ഔട്ട്, രണ്ടിനും വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഉപകരണം എന്ന് പറയുന്നത് ഏതായിരുന്നു? വാസ് ജേർണലിസം, പത്രാധിപം ആയിരുന്നു, അല്ലെങ്കിൽ പത്രമായിരുന്നു, അല്ലെങ്കിൽ ജേർണലിസം ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. ദിസ് ഈസ് വാട്ട് ജോസ് എബ്രഹാം റൈറ്റ്സ് ഇൻ ഹിസ് ബുക്ക് ഇസ്ലാമിക് റിഫോം ആൻഡ് കൊളോണിയൽ ഡിസ്കോഴ്സ് ഓൺ മോഡേൺ ഇന്ത്യ, സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് തോട്ട് ഓഫ് വക്കം മൗലവി. ഇതുതന്നെയാണ് ജോസ് എബ്രഹാമും അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഇസ്ലാമിക് റിഫോം ആൻഡ് കൊളോണിയൽ ഡിസ്കോഴ്സ് ഓൺ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളതിലും പറഞ്ഞത്. സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് സാമൂഹികപരവും രാഷ്ട്രീയപരവും മതപരവുമായിട്ടുള്ള ചിന്തകൾ ഓഫ് വക്കം മൗലവി. വക്കം മൗലവി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മുസ്ലിം സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് ഇൻ കേരള. വക്കം മൗലവിനെയാണ് കേരളത്തിലെ മുസ്ലിമുകളുടെ ഇടയിലെ സാമൂഹിക മതപരമായിട്ടുള്ള ഒരു നവോത്ഥാന മൂവ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നതെന്നും പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പറയാണ്, അതായത് വക്കം മൗലവി
effectively used a communication network to promote his ideas of patriotism, modern education and religious reform. വക്കം മൗലവി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്താണ്, പാട്രിയോട്ടിസം രാജ്യസ്നേഹത്തെ പറ്റിയിട്ട്, ആധുനിക വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട്, മതത്തിൽ വരുന്ന നവോത്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി ചെല്ലാനായിട്ട് അദ്ദേഹം നെറ്റ്വർക്കാണ് ഉപയോഗിച്ചത്, അതായത് പത്രമാണ് ഉപയോഗിച്ചത്. ദ സൺ ഓഫ് ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽത്തി മർച്ചൻ്റ്, നല്ല ധനിക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു, നല്ലൊരു വ്യാപാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി റിസീവ്ഡ് എ വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷൻ, നല്ലൊരു വിദ്യാഭ്യാസം തന്നെ വക്കം മൗലവിക്കും കിട്ടിയിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ദ നോബിൾ അഷ്റഫ് ക്ലാസ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അന്ന് കാലത്ത് നല്ലൊരു അഷ്റഫ് ക്ലാസ്സിലെ കുട്ടിയുടെ ക്യാരക്ടർ തന്നെയായിരുന്നു. ലൈക്ക് ഹിസ് കണ്ടംപററീസ്, ആ സമയത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിലെ മറ്റ് ആളുകളെ പോലെ തന്നെ ഹി വാസ് ഷേപ്ഡ് ബൈ ദ ഡിസ്കോഴ്സ് ഓൺ, അദ്ദേഹം വാർത്തെടുത്തത് അല്ലെങ്കിൽ അദ്ദേഹം വന്നത് ആധുനികതയുടെ പല കാര്യങ്ങൾ കേട്ടിട്ടാണ്. നാഷണലിസം, ദേശീയതയുടെ പല വാദങ്ങൾ കേട്ടിട്ട്. ആൻഡ് സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ്, കേരളത്തിലെ സാമൂഹികവും എന്താ പറയുക ജാതിപരമായിട്ടുള്ള നവോത്ഥാന മൂവ്മെൻറ്റുകൾ, ഇതൊക്കെ കേട്ടിട്ട് തന്നെയാണ് അദ്ദേഹം ഷേപ്പ് ചെയ്ത് വന്നത്. പ്രത്യേകിച്ചും കേരള, നോർത്ത് ഇന്ത്യ, ഈജിപ്തിലൊക്കെ. സ്പിയർ ഹെഡഡ് ബൈ മുഹമ്മദ് അബ്ദു ആൻഡ് റാഷിദ് റിദാത്തു, ദ പീരിയോഡിക്കൽ അൽ മനാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാഗസീനിൽ മുഹമ്മദ് അബ്ദ്, റാഷിദ് റിദ ഇവരുടെയൊക്കെ ആശയങ്ങളൊക്കെ ഈ മോഡേണിസത്തെ പറ്റിയിട്ടും നാഷണലിസത്തെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടാണ് അദ്ദേഹം പ്രചോദനമായിട്ട് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് വന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ അദ്ദേഹം ഭയങ്കര ഒരു ദേശസ്നേഹിയായിട്ട് മാറുകയാണ്. ഹി വാസ് എ സ്റ്റഞ്ച് പാട്രിയോട്ട്, വലിയൊരു ദേശസ്നേഹിയായിട്ട് മാറുന്നു. ആൻഡ് ബിഗാൻ ഹിസ് കരിയർ ആസ് എ ജേർണലിസ്റ്റ്, അങ്ങനെ ഒരു ജേർണലിസ്റ്റായിട്ട്, പത്രപ്രവർത്തകനായിട്ട്, പത്രാധിപനായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ, ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻ 1905, 1905 ഹി സ്റ്റാർട്ടഡ് എ മലയാളം ന്യൂസ് പേപ്പർ, മലയാളത്തിലൊരു പത്രം അദ്ദേഹം തുടങ്ങി. അതിൻ്റെ പേരെന്തായിരുന്നു? സ്വദേശാഭിമാനി. പാട്രിയോട്ട് മീനിങ് എന്താ? ദേശസ്നേഹി. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ, ജനങ്ങളെ പഠിപ്പിക്കുക. അബൌട്ട് ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ട്. ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ കടമകളെ പറ്റിയിട്ട്. ആൻഡ് ക്യാമ്പയിൻ ഫോർ എ റെസ്പോൺസിബിൾ ഗവൺമെൻറ്, അങ്ങനെ ഒരു നല്ലൊരു ഗവൺമെൻറ് വേണമെന്ന് സമൂഹത്തിനോട് പറയുക. ആ ഒരു ഗവൺമെൻറ്റിന് എന്തിനുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റും വേണം. ഇൻ ട്രാവൻകൂറിൽ ഹി യൂസ്ഡ് ഹിസ് ജേർണൽസ്, അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ജേർണൽസ് ഉപയോഗിച്ചു. ആ ജേർണൽസ് 2 in മലയാളം, 2 മലയാളത്തിലായിരുന്നു. ഏതൊക്കെയാ? മുസ്ലിം എന്ന് പറഞ്ഞ ജേർണല് 1906 ദീപിക എന്ന് പറഞ്ഞ ജേർണല് 1931 ആൻഡ് 1 in അറബി മലയാളം, ഒരു ജേർണൽ അറബി മലയാളത്തിലായിരുന്നു. അതിൻ്റെ പേര് അൽ ഇസ്ലാം 1918. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ഒരു അറബി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ജേർണലിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ടു മോട്ടിവേറ്റ് ദ മുസ്ലിമുകളെ പ്രചോദനം കൊണ്ടുവരിക. എന്തിന്? ടു പെർസ്യൂ മോഡേൺ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസം നേടാൻ. ആൻഡ് ടു ബ്രിങ് ദം, അവരെ കൊണ്ടുവരിക. ടു ദ ഫോർഫ്രണ്ട് ഓഫ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, ദേശീയവാദം അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിലേക്ക് മുസ്ലിംസിനെ കൊണ്ടുവരിക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതൊക്കെയായിരുന്നു അറബി മലയാളം എന്ന് പറഞ്ഞ ജേർണലിൻ്റെ ഉദ്ദേശം. ഹി ഓൾസോ ഇനീഷ്യേറ്റഡ് എ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ് അമോങ് മാപ്പിളാസ്, മാപ്പിളകളുടെ ഇടയിൽ അദ്ദേഹം ഒരു മതപരമായിട്ടുള്ള ഒരു നവോത്ഥാന മൂവ്മെൻറ്റ് തുടങ്ങി. കണ്ടംനിങ് പോപ്പുലർ റിലീജിയൻ ആൻഡ് റിജക്റ്റിംഗ് ദ അതോറിറ്റി ഓഫ് ഉലമയുടെ ആ ഒരു ആധിപത്യം അല്ലെങ്കിൽ അതോറിറ്റി, അധികാരം റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മൂവ്മെൻറ്റും കൂടെ കൊണ്ടുവന്നത്. ഇതാണ് കേട്ടോ ശരിക്കും യഥാർത്ഥ വക്കം മൗലവിയുടെ ഒരു ചിത്രം. ഒരേ ഒരു ചിത്രം കിട്ടിയെന്ന് പറഞ്ഞില്ലേ സബീൻ ഇക്ബാൽ, അത് ഈ ചിത്രമാണ്. ഇനിയൊരു ക്ലാസ്സും കൂടെ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ, അപ്പോൾ അത് പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങളെല്ലാവരും കേൾക്കുക. ഓക്കെ, താങ്ക് യു.